നിങ്ങൾ ബിസിനസ്സും ടെക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. എന്നാൽ നിങ്ങൾ എന്തായാലും ഈ അടുത്ത് ഈ നെറ്റ്ഫ്ലിക്സ്, വാർണർ ബ്രോസ് ഡീലിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ബേസിക്കലി നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള വലിയൊരു കമ്പനി വാർണർ ബ്രോസ് പോലെ ഹോളിവുഡിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പനീനെ അക്വയർ ചെയ്യാൻ നോക്കി. ആൻഡ് എല്ലാവരും പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അക്വസിഷൻ നടന്നു കഴിഞ്ഞാൽ വാർണർ ബ്രോസിന്റെ നെറ്റ്ഫ്ലിക്സ് ആയിട്ടുള്ള ചേരലോടൊപ്പം നെറ്റ്ഫ്ലിക്സ് ഭയങ്കര വലിയൊരു മോണോപ്പൊളി ആവും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിനും കൺസ്യൂമേഴ്സിനും കാര്യമായിട്ടുള്ള എന്താ പറയുക ഒരു നഷ്ടം സംഭവിക്കും, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന്റെ ഇല്ലായ്മ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ്സിന് ഇങ്ങനത്തെ ഡീലുകൾ തടയാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇങ്ങനത്തെയുള്ള ഓരോ ഗവൺമെന്റ് റൂൾസിനെ മറികടന്ന ഒരു ഡീൽ ഇതിന്റെ ഇടയിൽ നടക്കുകയുണ്ടായി. എൻവിഡിയ എല്ലാവർക്കും അറിയുണ്ടാവും, ഇപ്പോൾ ഉള്ള ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ കമ്പനികളൊന്നാണ് എൻവിഡിയ. എൻവിഡിയ ബേസിക്കലി എല്ലാ ChatGPT അല്ലെങ്കിൽ ജെമിനി പോലത്തെ മോഡലുകളെ ട്രെയിൻ ചെയ്യുന്ന ചിപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ ചിപ്പുകൾ ദീസ് ആർ നോൺ ആസ് GPUs ഏറ്റവും നന്നായി ഉണ്ടാക്കുന്ന കമ്പനി എൻവിഡിയ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വളരെ വലിയ ഡിമാൻഡാണ്. അവരുടെ സ്റ്റോക്കും വളരെ ഹൈ ആണ്. പക്ഷെ ഈ ഇടയ്ക്ക് ഗൂഗിൾ അവരുടെ ജെമിനി 3 എന്ന് പറഞ്ഞ ഒരു AI മോഡൽ ഇറക്കി. ഇവിടെ ഗൂഗിൾ ആ മോഡൽ ട്രെയിൻ ചെയ്യുന്നത് എൻവിഡിയയുടെ ചിപ്പ് ഉപയോഗിച്ചല്ല, അവർ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞ സാധനം ഡെവലപ്പ് ചെയ്താണ്. ഇതിൽ നിന്ന് തന്നെ ലോകത്തിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്, എല്ലാവരും എൻവിഡിയയുടെ ചിപ്പ് ഉപയോഗിച്ച് തന്നെ ട്രെയിൻ ചെയ്യണമെന്നില്ല എന്ന്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എൻവിഡിയക്ക് അവരുടെ GPU ബിസിനസ്സിന് ഒരു വലിയൊരു തടസ്സം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം കണ്ടുകഴിഞ്ഞാൽ അവര് ഗ്രോക്ക് എന്നുള്ള കമ്പനിക്ക് അറ്റൻഷൻ തിരിക്കുകയാണ്. ഈ ഗ്രോക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO ആണ് ബേസിക്കലി ഗൂഗിളിന്റെ TPU പണ്ട് കാലങ്ങളിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചത്. ഈ ഗ്രോക്കിന്റെ മെയിൻ പ്രോഡക്റ്റ് ഇതേമാതിരിയുള്ള ഹാർഡ്വെയർ ആക്സിലേറ്റർ ആണ്, LLMs ട്രെയിൻ ചെയ്യാനുള്ള ഹാർഡ്വെയർ ആക്സിലേറ്റർ. അപ്പോൾ എൻവിഡിയ പോലെയുള്ള ഈ കമ്പനിക്ക് ഈ ഗ്രോക്ക് എന്നുള്ള അതിന്റെ ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായി ഗൂഗിളിനെതിരെ ഒരു കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ മോണോപ്പൊളി തകരാതെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ എൻവിഡിയ പോലെ ഇത്രയും വലിയൊരു കമ്പനി ഗ്രോക്ക് പോലെയുള്ള കമ്പനികൾ അക്വയർ ചെയ്യുമ്പോൾ വീണ്ടും ഗവൺമെന്റും മറ്റു ആൾക്കാരൊക്കെ അതിൽ ഇടപെട്ട് ആ ഡീല് ചിലപ്പോൾ നടക്കാതെയാവും. എവിടെയാണ് എൻവിഡിയ ഒരു കുറുക്ക് ബുദ്ധി ഉപയോഗിച്ചത്? അവർ ഗ്രോക്ക് എന്നുള്ള കമ്പനിനെ മൊത്തത്തെ വാങ്ങിക്കുന്നതിന് പകരം അവർ ഗ്രോക്കിന്റെ എൻറ്റയർ IP എന്ന് പറഞ്ഞാൽ അവർ ഡെവലപ്പ് ചെയ്ത അവരുടെ ടെക്നോളജിയെ അക്വയർ ചെയ്യുകയും ഒരുപാട് എംപ്ലോയീസിനെ അക്വയർ ചെയ്യുകയും അവരുടെ CEO വരെ അവിടെ നിന്ന് റാഞ്ചി എടുത്ത് അവരുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ ഗ്രോക്ക് എന്നുള്ള കമ്പനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ആ കമ്പനി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അവരിപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്പനിയുടെ CEO പോയി, അവരുടെ പ്രധാന ഓഫീഷ്യൽസ് എല്ലാം പോയി, അവരുടെ ടെക്നോളജി എൻവിഡിയയുടെ കയ്യിലെത്തി. പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താ, എൻവിഡിയ ഗ്രോക്കിനെ അക്വയർ ചെയ്തിട്ടില്ല. അവര് ഈ മോണോപ്പൊളി അവരുടെ അധികാരം ഉപയോഗിച്ച് ആ കമ്പനി ഇല്ലാണ്ടാക്കിയിട്ടില്ല. ആ കമ്പനി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയറൊക്കെ ആ കമ്പനി തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ കമ്പനിക്ക് പറയത്തക്ക ടെക്നോളജി ഒന്നുമില്ല. ഇത് ഈ ഇടയായിട്ട് ഈ വലിയ വലിയ ടെക് കമ്പനികൾ ഇതേമാതിരിയുള്ള ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിയമങ്ങളെ മറികടന്ന് അവരുടെ ബിസിനസ് വലുതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.